മാറ്റത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരമാഗതമായി. നാസറെത്തും ഫാത്തിമയും മെഴുകുറിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയി നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഷെക്കീന ടിവിയുടെ സ്നേഹിതരും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളുമായ എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ ശുശ്രൂഷയിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. 1997 മാർച്ച് മാസം 24 തീയതി പരിശുദ്ധ അമ്മ കഞ്ചിക്കോടുള്ള റാണി ജോൺ എന്ന സഹോദരിക്ക് നൽകിയ സന്ദേശത്തിൻ്റെ പ്രസക്തമായ ഭാഗങ്ങളാണ് നാം ഈ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത്. അന്ന് തന്നെ അമ്മയുടെ സന്ദേശങ്ങളോട് അമ്മ കൂട്ടിച്ചേർത്ത മറ്റൊരു സന്ദേശം ഇപ്രകാരമാണ്: നിങ്ങൾ ഭൂമിയുടെ ചലനങ്ങളും ഉഗ്ര കോപവും കാണും. നിങ്ങൾക്ക് ചുറ്റും വ്യത്യസ്തമായ പ്രകൃതി ദുരന്തങ്ങളും ഭൂമിയുടെ ചലനങ്ങളും ഒരുപക്ഷെ ദൈവത്തിൻ്റെ ഉഗ്ര കോപവും പ്രകടമാകുന്ന ചില സംഭവങ്ങളും ഉണ്ടാകുമ്പോൾ അടിപതറാതെ ഭയക്കാതെ വിശ്വാസത്തിൽ ആഴപ്പെടുവണമെന്ന് പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുകയാണ്. അമ്മ പറഞ്ഞു, ഇത് ചുറ്റുപാടും കാണും, കൂടെ കൂടെ ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കും. കാരണം ലോകം ഒന്നിനൊന്നിന് തിന്മയുടെ പുറകെ പോയിക്കൊണ്ടിരിക്കുന്നു. ആയതിനാൽ പാപത്തിന്റെ നെഗറ്റീവ് എനർജി ലോകം മുഴുവൻ വ്യാപിക്കുമ്പോൾ അതിൻ്റെ ഒരു പരിണിത ഫലം, അതിൻ്റെ ഒരു ശിക്ഷ നാം ഏറ്റെടുക്കേണ്ടി വരും. അതുകൊണ്ട് പരിശുദ്ധ അമ്മ പറയുകയാണ്, നിങ്ങൾക്ക് ചുറ്റും ഇപ്രകാരമുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നാം എന്ത് ചെയ്യണം? പരിശുദ്ധ അമ്മ 2 ആയുധങ്ങളാണ് ഇപ്രകാരമുള്ള സാഹചര്യങ്ങളിൽ എടുത്തുപയോഗിക്കുവാൻ നമുക്ക് നൽകിയിരിക്കുക. പ്രാർത്ഥന എന്ന ആയുധവും ദൈവവചനം എന്ന ആയുധവും. നമ്മുടെ അമ്മയുടെ എല്ലാ സന്ദേശങ്ങളിലും കേൾക്കുന്ന ഒരു കാര്യമാണ്, മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നുള്ളത്. പ്രാർത്ഥനയ്ക്ക് എത്രമാത്രം വിലയുണ്ട്, ശക്തിയുണ്ട് എന്ന് പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുകയാണ്. ഭൂമിയുടെ ചലനങ്ങളെ പോലും നിയന്ത്രിക്കുവാൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക്, നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് സാധിക്കുമെന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കാത്ത ചില സംഭവ വികാസങ്ങൾ ഈ ലോകത്ത് ഉണ്ടാകുമ്പോൾ പ്രാർത്ഥന ഉപേക്ഷിക്കുവാനുള്ള പ്രലോഭനമാണ് ആദ്യം തന്നെ കടന്നു വരിക. നമ്മൾ പറയുന്നു, പ്രാർത്ഥന ഉപേക്ഷിക്കുകയല്ല, പ്രാർത്ഥനയിൽ ആഴപ്പെടുകയാണ് ഇപ്രകാരമുള്ള സംഭവങ്ങളുടെ സമയത്ത് നാം ചെയ്യേണ്ടത്. പ്രാർത്ഥനയാകുന്ന ഈ ആയുധം അത് താഴെ വയ്ക്കാതെ എടുത്തുപയോഗിച്ച് യുദ്ധം ചെയ്ത് മുന്നോട്ട് പോകുവാൻ പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ അമ്മ നൽകുന്ന മറ്റൊരു ആയുധമാണ് ദൈവവചനം ആകുന്ന ആയുധം. സ്നേഹമുള്ള സഹോദരങ്ങളെ, ദൈവവചനത്തിൻ്റെ ശക്തി വളരെ വലുതാണ്. അതുകൊണ്ടാണ് മർക്കോസിന്റെ സുവിശേഷത്തിന്റെ 12-ാം അധ്യായത്തിൽ നമ്മൾ പ്രകാരം കാണുക, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനമോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ തെറ്റുപറ്റുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി അറിയാത്തത് കൊണ്ടാണ് നമ്മൾക്ക് തെറ്റുപറ്റുന്നത്. അതുകൊണ്ട് കൂടുതൽ ദൈവവചനത്തിൽ ആഴപ്പെടുവാൻ പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുകയാണ്. വചനം വായിക്കുക. ഇന്ന് എന്നെ ശ്രമിക്കുന്ന പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ എത്ര പേര് ദൈവവചനം വ്യക്തിപരമായി
വായിക്കുവാൻ സമയം കണ്ടെത്തുന്നുണ്ട്. വളരെ ആശ്വാസകരമായ ഒരു കാര്യം നാം കാണുക, ഇന്ന് ലോകത്ത് ഒരുപാട് മക്കൾ വിശുദ്ധ ഗ്രന്ഥം അനുദിനം കൂടുതൽ സമയം വായിക്കുന്നുണ്ട്. ദാനിയേലച്ചനും വട്ടായലച്ചനും മാത്യു വയലാമണ്ണച്ചനും നമ്മുടെ ഡൊമിനിക് അച്ഛനും ഒക്കെ കൂടെ നമ്മെ ഓർപ്പിക്കുന്നൊരു കാര്യമാണ് വചനത്തിൽ ആഴപ്പെടുക, വചനം വായിക്കുക. ആത്മീയ ഗുരുക്കന്മാർ ദൈവവചനത്തിന്റെ ശക്തി വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നിട്ടും നമ്മൾ എത്രമാത്രം സമയം വചനം വായിക്കാൻ കണ്ടെത്തുന്നുണ്ട് എന്ന് പരിശോധിക്കേണ്ട സമയമാണിത്. ഞാൻ ഈ അടുത്ത ദിവസം ഒരു ഭവനത്തിൽ ചെന്നപ്പോൾ അവിടുത്തെ വീട്ടമ്മ ഒരു വൈകുന്നേര സമയം ഒരു ഏതാണ്ട് ഒരു അരമണിക്കൂർ നേരം ആ വീട്ടമ്മ ഞങ്ങൾ അവിടെ ഉണ്ട് എല്ലാവരോടും പറഞ്ഞു, ഞാൻ അരമണിക്കൂർ നേരം ഞാൻ നിങ്ങളുടെ അടുത്ത് വരില്ല, ഞാൻ മുറിയിലേക്ക് പോവുകയാണ്. കാരണം പറഞ്ഞ ഇപ്രകാരം അവർ ഗ്രൂപ്പായിട്ട് വചനം വായിക്കുകയാണ്. വാട്സപ്പിലൊക്കെ ഗ്രൂപ്പുകളിൽ ദൈവവചനം വായിക്കുന്ന സമയമാണത്. തിരക്ക് പിടിച്ച വീട്ടുജോലിയുടെ ഇടയിലും വീട്ടമ്മമാര് വചനം വായിക്കാൻ സമയം കണ്ടെത്തുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, പലപ്പോഴും വചനം വായിക്കാൻ സമയമുണ്ടായിട്ടും അതിന് പകരം സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലും അതുപോലെയുള്ള വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ സമയം ദീർഘനേരം ചിലവഴിച്ച് ഒരു ഉപകാരവുമില്ലാതെ സമയം പാഴാക്കുന്ന അനേകരുമുണ്ട്. അന്ന് പരിശുദ്ധ പറയുമ്പോൾ ഈ ലോകത്ത് ഇനി ഉണ്ടാകാൻ പോകുന്ന പല സംഭവ വികാസങ്ങളും നമുക്ക് ശക്തിയോടുകൂടി അതിജീവിക്കണമെങ്കിൽ പ്രാർത്ഥന എന്ന ആയുധം ധരിക്കണം, ദൈവവചനമാകുന്ന ആയുധം ധരിക്കണം. അതുപോലെ നമ്മുടെ കേരളത്തിൽ തന്നെ 2-3 വർഷമൊക്കെ ബൈബിള് മാത്രം വായിച്ച് ശക്തിപ്പെട്ട ആത്മായ സഹോദരങ്ങളുണ്ട്. വചനത്തിൽ അത്രമാത്രം പ്രാധാന്യം നൽകിയ മക്കൾ. ഓരോ വചനം വായിക്കുന്തോറും ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി നമ്മുടെ ആത്മാവിലേക്ക്, ശരീരത്തിലേക്ക് വ്യാപരിച്ച് ഒരു ദൈവ വചനത്തിന്റെ അഭിഷേകം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ലോകത്തിന്റെ ജ്ഞാനത്തിനപ്പുറത്ത് ദൈവീക ജ്ഞാനമാണ് ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കുക. പിന്നെ വചനം എന്താണ്? വചനം മാംസമായ യേശുക്രിസ്തു തന്നെയാണ് വചനം. യേശുക്രിസ്തുവിനെ സ്വന്തമാക്കിയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ പറഞ്ഞ, മക്കളെ നിങ്ങൾ വചനമാകുന്ന ആയുധം ധരിക്കണം. പ്രാർത്ഥനയും വചനവുമാകുന്ന ആയുധം ധരിച്ച് ഈ ലോകത്തിലെ സകല സംഭവ വികാസങ്ങളെയും ധൈര്യപൂർവ്വം നേരിടുവാൻ പരിശുദ്ധ കന്യകാമറിയം നമ്മോട് കഞ്ചിക്കോട്ടെ പ്രത്യക്ഷപ്പെടലിലൂടെ നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. തുടർന്നും ആ സന്ദേശങ്ങളിൽ പരിശുദ്ധ അമ്മ പറഞ്ഞു കൊടുത്ത മറ്റൊരു കാര്യമുണ്ട്. പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിതരെയും വൈദികരെയും ഒരുപാട് ഇഷ്ടമാണ് എന്ന്. പരിശുദ്ധ അമ്മയ്ക്ക് വൈദിക ജീവിതത്തിലേക്കും സമർപ്പിത ജീവിതത്തിലേക്കും സന്യാസ ജീവിതത്തിലേക്കും കടന്നു വരുന്ന ഓരോ മക്കളെയും ഒരുപാട് ഇഷ്ടമാണ്. മറ്റുള്ളവരെ ഇഷ്ടമില്ലെന്നല്ല, ഇതൊരു പ്രത്യേക ഒരു വെളിയാണ്. തന്റെ പുത്രന്റെ പൗരോഹിത്യത്തില് തന്റെ പുത്രനെ മണവാളനായി സ്വീകരിക്കുവാൻ കടന്നു വരുന്ന സന്യസ്തര്, ഇതൊക്കെ സ്വർഗത്തെ ഒരുപാട് സന്തോഷിപ്പിക്കുന്ന നിമിഷങ്ങളാണ്. ഓരോ പുരോഹിതനും ഓരോ സമർപ്പിതനും സന്യസ്തരുമൊക്കെ ഈ വിളി സ്വീകരിച്ച് അതിനുത്തരം നൽകി ഈ മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ പരിശുദ്ധ അമ്മയുടെ, സ്വർഗത്തിന്റെ ഈശോയുടെ ഹൃദയം എത്രമാത്രം സന്തോഷിക്കുന്നുവെന്ന് കഞ്ചിക്കോട്ടെ റാണി ചേച്ചിക്ക് പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തി കൊടുക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മ പറഞ്ഞു, വൈദികരുടെയും സമർപ്പിതരുടെയും സന്യസ്തരുടെയും ഒക്കെ കാലിടറുമ്പോൾ സ്വർഗം അതിയായി വേദനിക്കുന്നുവെന്ന്. പരിശുദ്ധ അമ്മയുടെ ഹൃദയം ഒരുപാട് വേദനിക്കുന്നുവെന്ന്, ഈശോ ഒരുപാട് വേദനിക്കുന്നു. അതുകൊണ്ടാണ് പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാ വൈദികരും സന്യസ്തരും സമർപ്പിതരും വളരെ ജാഗ്രതയോട് കൂടി ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥനയിൽ ആഴപ്പെട്ട് വചനത്തിൽ ആഴപ്പെട്ട് മുന്നോട്ട് പോകണമെന്ന് പരിശുദ്ധ അമ്മ പറയുക. കാരണം കാലിടറുന്ന ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ഒരു സമയമാണ് ഈ കാലഘട്ടം. കാലിടറുന്ന സമർപ്പിതരെയും സന്യസ്തരെയും കണ്ടുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ഹൃദയം വേദനിക്കുന്നുവെന്നും പരിശുദ്ധ അമ്മ കഞ്ചിക്കോട്ട് റാണിച്ചേച്ചിക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയുണ്ടായി. സ്നേഹമുള്ള സഹോദരങ്ങളെ,
അതോടൊപ്പം പരിശുദ്ധ അമ്മ കൂട്ടിച്ചേർത്ത ഒരു കാര്യമുണ്ട്. അമ്മ പറഞ്ഞു, ഈ ലോകത്തിൽ ബ്രഹ്മചര്യം, അനുസരണം, ദാരിദ്ര്യം എന്നീ വ്രതങ്ങൾ എടുത്ത് സന്യാസ ജീവിതം നയിക്കുന്ന സന്യാസികളായ വൈദികര്, സമർപ്പിതര്, സന്യസ്തര്, ഒപ്പം പൗരോഹിത്യ ജീവിതത്തിലേക്ക് ദൈവം വിളിച്ചിരിക്കുന്ന മക്കള്, ഇവരെല്ലാം പരിശുദ്ധ അമ്മയെ സ്വർഗമേൽപ്പിച്ചിരിക്കുന്ന പദ്ധതി ഈ ലോകത്ത് പൂർത്തീകരിക്കപ്പെടുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മയ്ക്ക് കരുത്തേകുന്ന ഒരു സൈന്യ നിരയാണ് എന്ന് പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തി കൊടുത്തു. ബ്രഹ്മചര്യം ജീവിക്കുക, അനുസരണം ജീവിക്കുക, ദാരിദ്ര്യം ജീവിക്കുക, ഇത് സ്വർഗത്തിന് വലിയ വിലയുള്ള കാര്യമാണ്. അനുസരണം, ബ്രഹ്മചര്യം, ദാരിദ്ര്യം എന്ന വ്രതങ്ങളെടുത്ത് ജീവിക്കുന്നവരാണ് സന്യസ്തര്, സന്യാസികളായ വൈദികര്. ഇവര് പരിശുദ്ധ അമ്മയുടെ സൈന്യ നിരയിലെ ശക്തരായ പോരാളികളാണെന്നും ഇവരാണ് പരിശുദ്ധ അമ്മയുടെ പദ്ധതി, സ്വർഗം പരിശുദ്ധ അമ്മയിലൂടെ ഈ ലോകത്ത് ക്രമീകരിച്ചിരിക്കുന്ന പദ്ധതികൾ നിറവേറ്റുവാൻ അമ്മയ്ക്ക് കരുത്തേകുന്ന സൈന്യനിരയെന്ന് പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തി കൊടുക്കുക. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ നമ്മൾ എല്ലാവരും ദൈവവിളിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കൂടുതൽ യുവതി യുവാക്കന്മാർ തങ്ങളുടെ ദൈവവിളി തിരിച്ചറിഞ്ഞ് വൈദിക ജീവിതത്തിലേക്ക്, സന്യാസ ജീവിതത്തിലേക്ക്, സമർപ്പിത ജീവിതത്തിലേക്ക്, ഇപ്രകാരമുള്ള സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ നാം പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് വൈദികരുണ്ടാകാൻ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ നിന്നും സന്യസ്തരുണ്ടാകാൻ പ്രാർത്ഥിക്കണം. ഇത് പരിശുദ്ധ അമ്മ നൽകുന്ന സന്ദേശമാണ്. കാരണം പൗരോഹിത്യ ജീവിതത്തെ, സന്യസ്ത ജീവിത, സമർപ്പണ ജീവിതത്തെ താറടിച്ച് കാണിക്കുവാൻ സാത്താൻ ഇന്ന് മത്സരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങൾ പൗരോഹിത്യത്തിന്റെയും സമർപ്പിത ജീവിതത്തിന്റെയും ആ മഹാത്മ്യവും ആ വിശുദ്ധിയും അതിന്റെ നല്ല വശങ്ങളും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇന്ന് മീഡിയയും സോഷ്യൽ മീഡിയയും മറ്റു പല മേഖലകളും ഈ ജീവിതത്തെ ഇത്രമാത്രം ഉന്നതമായ ദൈവം അംഗീകരിച്ച് ആശീർവദിച്ചിരിക്കുന്ന മഹത്വമേറിയ ഈ ജീവിതത്തെ താറടിച്ച് കാണിക്കുമ്പോൾ യുവജനങ്ങൾക്ക് മുമ്പിൽ നിങ്ങളത് പങ്കുവച്ചില്ലെങ്കിൽ എപ്രകാരമാണ് ഈ ജീവിതം, അതിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് ഈ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾ, യുവജനങ്ങൾ മനസ്സിലാക്കുക. ആണ് പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾക്ക് എവിടെയൊക്കെ പൗരോഹിത്യ ജീവിതത്തെക്കുറിച്ച്, സന്യസ്ത ജീവിതത്തെക്കുറിച്ച്, സമർപ്പിത ജീവിതത്തെക്കുറിച്ച് പറയാൻ സാധിക്കുമോ അവിടെ അതിന്റെ നല്ല വശങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. എത്ര വിശുദ്ധരായ വൈദികര് സഭയിൽ ഉണ്ടായിട്ടുണ്ട്. എത്ര വിശുദ്ധരായ വൈദികര് ഇന്ന് സഭയിൽ ശുശ്രൂഷ ചെയ്ത് ജീവിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് സഭയുടെ മുതൽക്കൂട്ട്. പ്രിയമുള്ള സഹോദരൻ, അവിടെയും ഇവിടെയൊക്കെ കാണുന്ന ചെറിയ ചെറിയ പാളിച്ചകളല്ല സന്യാസ ജീവിതം, പൗരോഹിത്യ ജീവിതം. ഇത് ദൈവം അനുഗ്രഹിച്ചുയർത്തിയിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ കരങ്ങളെ സൈന്യ നിരയാണ് സമർപ്പിതര്, സന്യസ്തര്, വൈദികര്. അതോടൊപ്പം തന്നെ പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ കൂട്ടിച്ചേർത്തു, അമ്മയ്ക്ക് ഈ ലോകത്ത് സ്വർഗം നൽകിയിരിക്കുന്ന പ്രത്യേകമായൊരു ദൗത്യം, സാത്താനുമായി യുദ്ധം ചെയ്ത് അവനെ പരാജയപ്പെടുത്തി ദൈവമക്കളെ യേശുക്രിസ്തുവിലേക്ക് എത്തിക്കുക എന്നുള്ള ദൗത്യമാണ്. എന്നിട്ട് അമ്മ റാണി ചേച്ചിക്ക് പറഞ്ഞു കൊടുത്ത് ഇപ്രകാരമാണ്, ഈ ദൗത്യം പരിശുദ്ധ അമ്മ ചെയ്യുമ്പോൾ അമ്മയെ സഹായിക്കുന്നതിന് വേണ്ടി സാത്താനെതിരായുള്ള അമ്മയുടെ യുദ്ധത്തിൽ അമ്മയുടെ മുൻനിര പോരാളികളാണ് സന്യസ്തരും, സമർപ്പിതരും, പുരോഹിതരും. അമ്മയുടെ യുദ്ധനിരയിലെ മുൻനിര പോരാളികൾ. എന്നിട്ട് അമ്മ പറഞ്ഞു, നിങ്ങളും പോരാളികൾ തന്നെ. മുൻനിരയിൽ നിൽക്കുന്ന ഇവർക്ക് തൊട്ടു പിന്നിൽ നിന്ന് നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ, പരിത്യാഗത്തിലൂടെ യുദ്ധം ചെയ്ത് ഇവരെ സഹായിക്കുന്ന പടയാളികളാണ് നിങ്ങൾ ഓരോരുത്തരും. നമ്മളെല്ലാം പരിശുദ്ധ അമ്മയുടെ സൈന്യനിരയിലെ, തിന്മയ്ക്കെതിരായ പോരാട്ടത്തിലെ സൈന്യനിരയിലെ അംഗങ്ങളാണ്. എന്നാൽ മുൻനിരയിൽ നിൽക്കുന്നവർ വൈദികരും, സമർപ്പിതരും, സന്യസ്തരും. ഇനി അമ്മ കൂട്ടിച്ചേർത്ത കാര്യം ഇപ്രകാരമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ തിരിച്ചറിയുന്ന കാര്യം ഇപ്രകാരമാണ്.
എവിടെ ഒരു യുദ്ധം നടക്കുമ്പോൾ, എവിടെ ആക്രമണം ഉണ്ടാകുമ്പോൾ ആദ്യത്തെ ആക്രമണം കടന്നു വരുന്നത് മുൻനിരയിലുള്ളവർക്കാണ്. ഏത് ആക്രമണത്തെയും ആദ്യം സ്വീകരിക്കേണ്ടത് മുൻനിരയിലുള്ളവരാ. അതുകൊണ്ടാണ് പരിശുദ്ധ പറയുക, മക്കളെ, നിങ്ങൾ നിങ്ങളുടെ പുരോഹിതർക്ക് വേണ്ടി, സമർപ്പിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം രാവും പകലും പരിശുദ്ധ അമ്മയോട് ചേർന്ന് സാത്താനെതിരായി യുദ്ധം ചെയ്ത് ജീവിക്കുന്ന ഒരു ജീവിതമാണ് സമർപ്പിത ജീവിതമെന്ന്. സത്യമാണ്. സാത്താനെതിരായ യുദ്ധത്തിൽ രാവും പകലും നിരന്തര യുദ്ധം ചെയ്ത് ജീവിക്കുക. ഒരു സന്യസ്തൻ അല്ലെങ്കിൽ ഒരു പുരോഹിതൻ അവൻ 8 മണിക്കൂർ പൗരോഹിത്യ ജീവിതവും ബാക്കി മറ്റു കാര്യങ്ങൾക്ക് മാറ്റിവെക്കാൻ പറ്റില്ല. ഒരു പുരോഹിതൻ 24 മണിക്കൂറും 24/7 രാത്രിയും പകലും പുരോഹിതൻ തന്നെയാണ്. അവൻ അൾത്താരിൽ മാത്രമല്ല പുരോഹിതൻ, അവൻ അവന്റെ വീട്ടിലും മുറിയിലും അവന്റെ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലും എവിടെയും 24 മണിക്കൂറും അവൻ പുരോഹിതനാണ്. അതാണൊരു യുദ്ധം. ആ ജീവിതം 24 മണിക്കൂറും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഏറ്റവും വിശ്വസ്തയോടെ വിശുദ്ധിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ആ യുദ്ധം. അതാണ് അമ്മ പറയുക, രാത്രിയും പകലും അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. ഈ യുദ്ധത്തിൽ അവർക്ക് പിന്നിൽ നിന്നുകൊണ്ട് പ്രാർത്ഥനയിൽ അവരെ ശക്തിപ്പെടുത്തേണ്ടവരാണ് നിങ്ങൾ ഓരോരുത്തരും എന്ന് പരിശുദ്ധ അമ്മ റാണിച്ചേച്ചിയിലൂടെ സംസാരിക്കുകയാണ്. ആദ്യത്തെ ആക്രമണം ആദ്യം അഭിമുഖീകരിക്കുന്ന ഇവരാണ്. അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ കൂടുതൽ ദൈവവിളികൾ ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്നും കൂടുതൽ കൂടുതൽ പ്രാർത്ഥനയിൽ ഇവരെ ശക്തിപ്പെടുത്തണമെന്നും പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടും. കഞ്ചിക്കോട് റാണിച്ചേച്ചി പിന്നീട് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു വിശദീകരണമുണ്ട്. പരിശുദ്ധ അമ്മ പറഞ്ഞു കൊടുത്ത ഒരു വിശദീകരണം ചേച്ചി പറയുന്ന ഇപ്രകാരമാണ്: നമ്മളെല്ലാവരും സ്വർഗ സൗഭാഗ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ യുദ്ധം ചെയ്ത് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അതുതന്നെയാണ്, സ്വർഗ സൗഭാഗ്യത്തിൽ എത്തിച്ചേരുക എന്നുള്ളത്. എന്നാൽ പലപ്പോഴും ഈ ലോകത്തിന്റെ വശീകരണങ്ങൾ മിന്നാമിനുങ്ങ് വെട്ടം പോലെയും സുഖലോലുപതയിലൂടെയും ലൗകിക ആസക്തികളിലൂടെയും മടി, അലസത എന്നിവയിലൂടെയും നേരം പോക്കിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയും ഒക്കെ കടന്നു വരുമ്പോൾ അവയിൽ കണ്ണുടക്കിയതിന് ശേഷം മനസ്സുടക്കിയതിന് ശേഷം ജീവിതമുടക്കി പരാജയപ്പെട്ടു പോകുന്ന ഒരവസ്ഥയും പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട്. ജീവിതം ഇപ്രകാരമുള്ള ലൗകികമായ ഈ ലോകത്തിന്റെ വശ്യതയിൽ ഉടക്കിക്കിടക്കുന്ന വ്യക്തികളുടെ ജീവിതങ്ങളിൽ സാത്താൻ പിടിമുറക്കുന്നുവെന്ന് പരിശുദ്ധ അമ്മ സന്ദേശം നൽകുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഖലോലുപതിയായി കടന്നു വരാം, ചില ആസക്തികളായി കടന്നു വരാം, മടി, അലസതയായി കടന്നു വരാം, ചില ആകർഷണങ്ങളിലായി കടന്നു വരാം, നേരം പോക്ക്, വ്യർത്ഥ ഭാഷണം തുടങ്ങിയ മേഖലകളായി കടന്നു വരാം. ഇതിലെല്ലാം കണ്ണുടക്കുന്നു. സോഷ്യൽ മീഡിയയുടെ പല വശീകരണങ്ങളിലും കണ്ണുടക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ വിമുക്തരായില്ലെങ്കിലും മനസ്സുടക്കി കഴിഞ്ഞാൽ പിന്നെ ജീവിതം അതിൽ ഉടക്കുകയാണ്. ഇവയിൽ ജീവിതമുടക്കിയ വ്യക്തികളെ പിശാച് പിടിമുറക്കുന്നുവെന്നാണ് പരിശുദ്ധ അമ്മ കഞ്ചിക്കോട് റാണി ജോണിലൂടെ നൽകിയ സന്ദേശം. അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി ഈ കാലഘട്ടങ്ങളിലായിരിക്കുവാൻ പരിശുദ്ധ അമ്മ നമ്മൾ ആവശ്യപ്പെടുകയാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, പിന്നീട് പരിശുദ്ധ അമ്മ കൂട്ടിച്ചേർത്തു, അടയ്ക്കപ്പെടുന്ന ദേവാലയങ്ങളും ഉണരാത്ത ദൈവമക്കളും സ്വർഗത്തിന്റെ വേദനയാണ് എന്ന്. പ്രിയമുള്ളവരെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ
പ്രത്യേകിച്ചും യൂറോപ്പിന്റെ വിവിധ മേഖലയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ശുശ്രൂഷ ചെയ്യാൻ ശുശ്രൂഷനില്ലാത്തത് കൊണ്ട്, ദൈവവിളികൾ ഇല്ലാത്തത് കൊണ്ട് അനേകം ദേവാലയങ്ങൾ അടയ്ക്കപ്പെടുകയാണ്. ഞാൻ ഏതാനും നാളുകൾക്ക് മുമ്പ് യൂറോപ്പിലെ ഒരു സ്ഥലം സന്ദർശിച്ചപ്പോൾ വേദനയോടുകൂടി ഇടവകയിലെ ചില ജനങ്ങൾ പറഞ്ഞു ഞാൻ ഓർക്കുകയാ, അച്ഛാ, നിങ്ങൾ ആരെങ്കിലുമൊക്കെ വന്ന് ഞങ്ങളെ ഒന്ന് സഹായിക്കൂ. ഞങ്ങൾക്കുണ്ടായിരുന്ന ഞങ്ങളുടെ വികാരിയച്ഛൻ പ്രായമായി 84 വയസ്സായി. ഈ പ്രായത്തിലും അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തു. ഇനി റിട്ടയർമെന്റിലേക്ക് പോവുകയാണ്. ഇത്ര നല്ലൊരു ഇടവക, ഇത്ര ജനം, ഈ ഇടവകയിലേക്ക് ഈ അച്ഛന് പകരം വയ്ക്കുവാൻ അച്ഛനില്ലാത്തത് കൊണ്ട് പിതാവ് തീരുമാനിച്ചിരിക്കുക ഈ ഇടവക ദേവാലയം അടച്ചുപൂട്ടുവാൻ. കാരണം പിതാവിന് കൊടുക്കാൻ അച്ഛന്മാരില്ല, ശുശ്രൂഷകരില്ല. പ്രായമായ 10, 70, 75, 80 വയസ്സുള്ള പ്രായമായ സഹോദരൻ പറയാ, അച്ഛാ, ഞങ്ങളുടെ മാമോദീസ ഈ ദേവാലയത്തിൽ വെച്ചാണ് നടന്നത്. ഞങ്ങളുടെ സൈരലേപനം, വിവാഹം, ഇന്നുവരെ ഞങ്ങൾക്ക് ശുശ്രൂഷ ഈ ദേവാലയം ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെ അടച്ചുപൂട്ടേണ്ട അവസ്ഥ വന്നല്ലോ. വേദനിക്കുകയാണ് ദൈവജനം. പരിശുദ്ധം പറയുകയാ, പ്രിയമുള്ള സഹോദരങ്ങളെ, അടച്ചുപൂട്ടപ്പെടുന്ന ദേവാലയങ്ങളും ഉണരാത്ത ദൈവമക്കളും സ്വർഗത്തിന്റെ വേദനയാണെന്ന്. യൂറോപ്പിൽ, പ്രിയമുള്ള സഹോദരങ്ങളെ, ദേവാലയങ്ങൾ അടയ്ക്കപ്പെടുകയാണെങ്കിൽ കേരളത്തിൽ ഉണരാത്ത ദൈവമക്കളെ കണ്ട പരിശുദ്ധ അമ്മ വേദനിക്കുക, സ്വർഗം വേദനിക്കുക. ഉണരാത്ത ദൈവമക്കൾ ഇന്നും ഈ ലോകത്തിന്റെ പിടിയിലമർന്ന് പലതിന്റെയും പിന്നാലെ ഓടുമ്പോൾ, ഈ ലോകത്തിൽ ആരെങ്കിലുമൊക്കെ ആയിത്തീരുവാനുള്ള ഒരു ഓട്ടത്തിൽ സ്വർഗത്തിന് വേണ്ടി ഉണരാത്ത ദൈവമക്കൾ. വെളിപാട് പുസ്തകത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 16-ാം തിരുലിഖിതം നമ്മെ ഇപ്രകാരം ഓർമ്മിക്കുന്നുണ്ടല്ലോ, ചൂടോ തണുപ്പോ ഇല്ലാതെ മന്ദോഷ്ണനായി നീ ജീവിക്കുന്നതിനാൽ നിന്നെ എന്റെ വായിൽ നിന്ന് ഞാൻ തുപ്പിക്കളയുമെന്ന്. പ്രിയമുള്ള സഹോദരങ്ങളെ, ചൂടോടുകൂടി കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ, ഉണർവോടുകൂടി ശുശ്രൂഷ ചെയ്യുവാൻ, ഉണർവോടുകൂടി സഭയിൽ പ്രവർത്തിക്കുവാൻ, യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്താൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. പരിശുദ്ധ അമ്മ കഞ്ചിക്കോട് റാണി ചേച്ചിക്ക് അടയ്ക്കപ്പെടുന്ന ദേവാലയങ്ങളും ഉണരാത്ത ദൈവമക്കളും സ്വർഗത്തിന്റെ വേദനയാണെന്ന് വളരെ വ്യസനത്തോടുകൂടി പറഞ്ഞു കൊടുത്തപ്പോൾ ചിന്തിക്കണം, ഈ ഉണരാത്ത ദൈവമക്കളുടെ കൂട്ടത്തിൽ ഇത് ഞാനെന്ന പുരോഹിതനുണ്ടോ? എന്നെ നിങ്ങൾ ആരെങ്കിലും പരിശുദ്ധ അമ്മയുടെ ഈ വേദനയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. ഏത് രീതിയിലാണ് ഉണർന്ന് ദൈവവചനം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ചൂടേറ്റ് അഗ്നിയായി ഈ ലോകത്ത് കത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുക എന്ന് ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥനയിൽ കണ്ടുപിടിച്ച് മുന്നോട്ട് പോകുവാൻ പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുകയാണ്. എന്നിട്ട് പരിശുദ്ധ അമ്മ ഇപ്രകാരം കൂട്ടിച്ചേർത്തു, ബലിവേദിയിൽ അൾത്താരയോട് ചേർന്ന് നിൽക്കുന്ന വൈദികരും സമർപ്പിതരും ദിവികാരുണ്യനാഥനോട് ബന്ധപ്പെട്ടിരിക്കുന്ന, ദിവികാരനാഥനിൽ കെട്ടിയിട്ടിരിക്കുന്ന ആത്മായ സഹോദരങ്ങൾ, ഈ കാലഘട്ടത്തിൽ അൾത്താരയോട് കെട്ടിയിട്ടിരിക്കുന്ന സന്യസ്തരും സമർപ്പിതരും വൈദികരും ദിവികാരണത്തോട് കെട്ടിയിട്ടിരിക്കുന്ന ആത്മായരുമാണ് നിങ്ങളെങ്കിൽ ഒരു തിന്മയ്ക്കും നിങ്ങളെ ആൾത്താരിയോടും ദിവികാരണത്തോടും കെട്ടിയിട്ടിരിക്കുന്ന ആ ചരട് പൊട്ടിക്കുവാൻ ഒന്നിനും സാധിക്കുകയില്ല എന്ന്. ഈ കാലഘട്ടത്തിൽ അനുഗ്രഹത്തോടെ അഭിഷേകത്തോടെ മുന്നോട്ട് പോകുവാൻ പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുന്നത്, അൾത്താരിക്ക് കെട്ടിയിട്ട ഒരു ജീവിതം, ദിവികാരനാഥനിൽ കെട്ടിയിട്ട ഒരു ജീവിതം ഇതാർക്കും തകർക്കുവാൻ സാധിക്കുകയില്ല. എന്നിട്ട് അമ്മ കൂട്ടിച്ചേർക്കുന്ന ഇപ്രകാരമാ, ഈ അൾത്താരിയോട് ചേർന്ന് നിന്ന്, ദിവികാരണത്തോട് ചേർന്ന് നിന്ന് ചൂടേറ്റ്, ഈ ചൂട് മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്ന ഒരു പുരോഹിതനോ സന്യാസിനോ ആത്മായ ശുശ്രൂഷനുമായി നീ മാറിയില്ലെങ്കിൽ നിന്റെ ജീവിതം വെറും ചാരമായി മാറുന്ന ഒരു ജീവിതമായി ആയിരിക്കില്ലേ എന്ന് പരിശുദ്ധ അമ്മ ചോദിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ഞാനൊരു പുരോഹിതനാണെങ്കിൽ, സന്യസ്തനാണെങ്കിൽ, അൽമായനാണെങ്കിൽ തീക്കനലായി മാറുന്ന ഒരു ജീവിതമായി നമ്മുടെ ജീവിതങ്ങളെ മാറ്റുവാൻ
പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ചാരമായി മാറുന്ന ജീവിതമല്ല, മറ്റുള്ളവരെ എരിയിക്കുന്ന തീക്കനലായി മാറുവാനുള്ള ഒരു അഭിഷേകം ഈ രാത്രിയിൽ നമ്മൾ ഓരോരുത്തരും നിറയപ്പെടുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മയോട് ചേർന്ന് പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഏറ്റവും വലിയ പ്രാർത്ഥിക്കുക. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ ഓരോരുത്തരോടുമൊപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.